സംസ്ഥാനത്ത് പോസ്റ്റൽ വോട്ടിംഗ് അവതാളത്തിൽ. പോസ്റ്റൽ വോട്ടിങ്ങിനുള്ള തീയതി നാളെ അവസാനിക്കാനിരിക്കെ ഓരോ ജില്ലയിലും വോട്ട് ചെയ്തത് 20% താഴെ ജീവനക്കാർ മാത്രമാണ്. കൃത്യസമയത്ത് ബാലറ്റ് കിട്ടാത്തത് ജീവനക്കാരെ പ്രതിസന്ധിയിലാക്കിയെന്ന് NGO യൂണിയൻ ജനറൽ സെക്രട്ടറി MP ശശിധരൻ പറഞ്ഞു. വലിയ ആശങ്കയും വലിയ രീതിയിൽ പോസ്റ്റൽ ബാലറ്റ് കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷവും ഉണ്ട്. നേരത്തെ ഇത് സംബന്ധിച്ച് സിഒയെ ഞങ്ങൾ ജീവനക്കാർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അടിയന്തര നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞത്. അത് സംബന്ധിച്ച് അടിയന്തര നടപടി വേണ്ടത്ര വേഗതയിൽ നടന്നിട്ടില്ല എന്നതാണ് ഇപ്പോൾ അനുഭവം. എല്ലാ ജില്ലകളിലും ഏകദേശം ഞങ്ങളൊരു കണക്കെടുത്തപ്പോൾ 20% താഴെ മാത്രമാണ് ജീവനക്കാർ ഇപ്പോൾ ഫെസിലിറ്റേഷൻ സെൻ്ററുകളിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഫെസിലിറ്റേഷൻ സെൻ്ററുകളുടെ പ്രവർത്തനം ഏപ്രിൽ 9 ശേഷവും പ്രവർത്തിപ്പിക്കുകയും എല്ലാ ജീവനക്കാർക്കും വോട്ടവകാശം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുകയും വേണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതിനെതിരെ വളരെ ശക്തമായ നടപടിയുമായിട്ട് പ്രതിഷേധവുമായിട്ടും അതുപോലെ തന്നെ നിയമപരമായും ഇതിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിലെ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. ദിൽന ചേരുകയാണ്. ദിൽന, ഇത് വലിയ ഒരു വിഷയമാണ്. ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കൊക്കെ പോയിട്ടുള്ള ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറയുന്നത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. എന്താണ് ഇതിന്റെ ഒരു കാരണം? വിശദാംശങ്ങൾ. തീർച്ചയായും ഷമി സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം, സംസ്ഥാനത്തുടനീളമുള്ള ഈ അവശ്യ സർവീസ് വിഭാഗക്കാർക്കുള്ള ജീവനക്കാർക്കുള്ള ഒരു സംവിധാനമാണ് ഈ പോസ്റ്റൽ വോട്ടിംഗ് എന്ന് പറയുന്നത്. പക്ഷെ അതാണ് ഇപ്പോൾ സംസ്ഥാനത്തുടനീളം അവതാളത്തിലായത്. ഏകദേശം ഓരോ ജില്ലയിലും 20% താഴെ ജീവനക്കാർ മാത്രമാണ് വോട്ട് ചെയ്തത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതായത് വോട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് മൊബൈലിലേക്ക് ഒരു സന്ദേശം, ഒരു മെസ്സേജ് വന്ന് അതാത് കേന്ദ്രങ്ങളിൽ ചെന്ന് നിൽക്കുമ്പോഴും വോട്ട് ചെയ്യാൻ വേണ്ടി മണിക്കൂർ നേരം കാത്തു നിന്നാൽ പോലും ഒന്നെങ്കിൽ വോട്ട് ചെയ്യാൻ സാധിക്കാതെ ബാലറ്റ് പേപ്പർ എത്തിയില്ല എന്നുള്ള മറുപടി മാത്രമാണ് ലഭിക്കുന്നത്. അത് ഈ ഒരു പ്രശ്നം ഇലക്ഷൻ കമ്മീഷന്റെ അടുത്ത് ഇതിനു മുൻപേ തന്നെ NGO യൂണിയൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴെല്ലാം തന്നെ അടിയന്തരമായി നടപടി എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ആ അടിയന്തര നടപടി പോലും മന്ദഗതിയിലാണ് നീങ്ങുന്നത്. ഇതിനോടകം തന്നെ നമുക്കറിയാം, 2 ദിവസം മുൻപേ തന്നെ ഈ ഒരു പോസ്റ്റൽ വോട്ടിന്റെ സമയപരിധി കഴിഞ്ഞിരുന്നു. പക്ഷേ ഇത്രത്തോളം പ്രശ്നങ്ങൾ സംസ്ഥാനത്തുടനീളം ഉള്ളത് കൊണ്ടാണ് 8 വരെ, അതായത് നാളെയാണ് ഇപ്പോൾ നിലവിൽ പോസ്റ്റൽ വോട്ട് ചെയ്യാനുള്ള അവസാന തീയതി. പക്ഷെ അപ്പോഴും നമുക്കറിയാം, ഈ ജീവനക്കാർക്കെല്ലാം തന്നെ ഈ എത്രത്തോളം ലീവ് എടുത്ത് പോയി വോട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളത് പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതൊരു കാര്യക്ഷമമായ ഒന്നല്ല എന്നുള്ളത് തന്നെ. അപ്പോൾ ഇത് ഈ 9 കഴിഞ്ഞതിന് ശേഷവും ഈ ഒരു സംവിധാനം തുടരണം, ഈ ഒരു പോസ്റ്റൽ വോട്ട് സംവിധാനം തുടരണം എന്നൊരാവശ്യം കൂടെ NGO യൂണിയൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം എല്ലാ ജീവനക്കാർക്കും വോട്ടവകാശം ഉറപ്പാക്കുക, അത് നിർബന്ധമാക്കുക എന്നുള്ളത് തന്നെയാണ് NGO യൂണിയൻ പറയുന്നത്.